ലളിതഗാന മത്സരം സ്റ്റേജ് നമ്പർ 1 ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 101 ഓൺ സ്റ്റേജ്. ജഡ്ജസ് പ്ലീസ് നോട്ട്. ചെസ് നമ്പർ 101 ഗ്രേസ് ആന്റണി ഓൺ സ്റ്റേജ്. പാടാവേ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ചെസ് നമ്പർ 102 shinetomchacko ഓൺ സ്റ്റേജ്. ആരണ്യലാവണ്യമായി ആരോമലെ പോരു നീ കുളിരാടുന്നു മാനത്ത്. പ്രോപ്പർട്ടി ആയിട്ട് അവിടെ കുറെ കാഷ്യൂ നട്ട്സ്. മലയാളം അത് കശുവണ്ടി. ഓ അങ്ങനെ. അണ്ടി ഫാക്ടറി. ഓക്കെ, ആ ഫാക്ടറി കുറെ കശുവണ്ടി ഉണ്ടായിരുന്നു. ഫ്രണ്ടിൽ വരുന്നത് മാത്രം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കശുവണ്ടി. നമുക്കത് കണ്ടിട്ട് ആദ്യം 2-3 എടുത്ത് കഴിച്ചു. എനിക്ക് പോയി മേടിക്കാനും കഴിക്കാൻ ആഗ്രഹമുണ്ട്, കഴിക്കാൻ. പക്ഷെ ഞാനിപ്പോ എത്ര ഈ കാര്യം വൈറലാക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയ ആ ഒരു കാര്യം എന്താണ് ഷൈൻ? ഒരു ജീവനല്ലേ വൈറലാക്കാൻ പറ്റുള്ളൂ. എന്തത് വൈറലാക്കാൻ? ടാലന്റഡ് ആയ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു സ്പേമാണല്ലോ പുറത്തേക്ക് വരുന്നത്. അല്ല, കൊച്ചായിട്ട് വരുന്നത്. ചാമ്പ്യൻ ആവണമെങ്കിൽ ഒരു സെൽഫ് സാധനം ഉണ്ടാവണ്ടേ? നിങ്ങൾ അറിയാതെ ആ ഒരു വേറെ സ്പേം പോകുമ്പോ അതിന്റെ ഇടയ്ക്ക് അത് കൂടെ കയറി വന്നതാണ്. ചേട്ടാ വേറെ ലെവലാണ് കേട്ടോ. ഇതൊന്നും പറയാൻ പറ്റില്ല. തുണ്ടു പുസ്തകമൊക്കെ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടില്ല. അപ്പൊ വായിച്ചിട്ടുണ്ട്. India's #1 language academy, Needu's Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. ഹലോ എവ്രിവൺ. വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഷൈൻ ചെയ്തിരിക്കുന്ന 2 ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഗ്രേസ് ആന്റണി ആൻഡ് shinetomchacko. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഭയങ്കര ഫോർമൽസ് ഒക്കെ ഇട്ട് വളരെ ഫോർമൽ ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. ആണോ? അങ്ങനെയാണോ ചേട്ടാ? നിങ്ങളും ഫോർമൽ ആണല്ലോ. അല്ല, ഞാനത് ഫോർമൽ അല്ല, ഇത് കാഷ്വലാ. അതുകൊണ്ട് ഞങ്ങൾ ഫോർമൽ ആയത്. ഓ അങ്ങനെയാണ്. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇല്ല. ആദ്യം ചോദിക്കട്ടെ ചേട്ടാ, ഈ കമൽ സാറിന്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കും ചേട്ടനുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു? നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും പരിപാടി ചെയ്തിരിക്കാൻ പ്രശ്നമില്ലല്ലോ. പുറത്തു പോയിട്ട് പരിപാടി ചെയ്തിരിക്കുമ്പോഴാണല്ലോ ചമ്മലൊക്കെ. അത് കറക്റ്റ് ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പേടിയും ഇല്ലാത്ത ലൊക്കേഷനല്ല. ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള സ്പേസ് ആണ്. പിന്നെ അന്ന് വർക്ക് ചെയ്തിരുന്ന എല്ലാവരും ഇല്ലെങ്കിലും കമൽ സാറ് ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവരും അതേപോലെ തന്നെയായിരിക്കും. കമൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് ഷൈൻ ചേട്ടനെ കുറിച്ച് പറയാണ്. അതായത് ഗദ്ദാമയുടെ സമയത്ത് ഒന്ന് എന്താ പറയാ, മൊത്തത്തിലൊരു വല്ലാത്ത ലുക്കിലാണ് ഗദ്ദാമയിൽ ചേട്ടൻ വരുന്നത്. അപ്പൊ ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂടിലൊക്കെ വെയിലത്ത് പോയി നിൽക്കുമെന്ന്, ഞാനൊന്ന് ടാൻ ആവട്ടെ എന്ന്. ആ ലെവൽ ഡെഡിക്കേഷൻ ആയിരുന്നു ചേട്ടൻ ത്രൂ ഔട്ട് കൊടുത്തോണ്ടിരുന്നത്. ഡെഡിക്കേഷൻ അല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ വെയിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് നമ്മളെ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സ്കിൻ ടോൺ ആണെങ്കിലും അവന്റെ കണ്ണാണെങ്കിലും അവന്റെ ശരീരം ആണെങ്കിലും ഒക്കെ. അപ്പൊ അത് വെയിൽ കൊണ്ടിട്ട് കുറച്ചു നേരം വെയിൽ കൊള്ളുമ്പോഴേക്കും അങ്ങനെയാവും നമ്മള്. അല്ലാതെ വെറുതെ കുറെ കാര്യം മേക്കപ്പ് ചെയ്തിട്ട് അതിനെ എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ആ മനസ്സ് ചേട്ടാ കാണാതെ പോരുത്. അതാണ് ഞാൻ എന്റെ അമ്മേ ഒരു അല്പ വെയിൽ കണ്ട ഓടി അകത്ത് കയറണം എന്നെ പോലുള്ളവരുടെ മുന്നിൽ ചേട്ടൻ വലിയ ദൈവമായിട്ട്. ചാനൽ തുടങ്ങിയത് സന്തോഷായി, വേണ്ടായിരുന്നോ? ഇനി ഈ ലെവൽ ഡെഡിക്കേഷൻ ഗ്രേസ് എന്താണ് ചെയ്തിട്ടുള്ളത്? അത് ഞാനൊരു തമിഴ് മൂവി ചെയ്തു. ആ ലൊക്കേഷനിലേക്കുള്ള വഴി കുറച്ച് ദുർഘടം പിടിച്ചതാണ്. അത് നമ്മളൊരു ജീപ്പിൽ വേണം പോവാൻ. ഈ ജീപ്പിൽ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചാണ് ട്രാവൽ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഡിസ്കിലെ ആ ഒരു സാധനമുണ്ട്, അതിങ്ങനെ പുറത്തേക്ക് വന്നു. ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അതെ, നല്ല പെയിൻ വന്നു എനിക്ക്. പിന്നെ ഞാൻ വിചാരിച്ചത് നോർമലി മല കയറുന്നതിന്റെ പെയിനാന്ന് വിചാരിച്ചു, അങ്ങനെ പോയി. പക്ഷെ അത് വെച്ച് ഞാൻ 2 പടം ഇഷ്ടംപോലെ കഴിച്ചടോ. അത് വെച്ച് ഞാൻ വിവേകാനന്ദൻ ചെയ്തു. പിന്നെ ഒരു
നമ്മൾ സിനിമ തീർക്കാനുള്ള ഒരു വ്യഗ്രതയിൽ അതെല്ലാം ചെയ്തു. ആണ്. ഈ 2023 എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്തുകൊണ്ട്? ഷൈൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഷൈൻ ചേട്ടന് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോഴാണോ പറയുന്നേ? കൺഗ്രാചുലേഷൻ ചേട്ടാ. ഇവിടെയാണെങ്കിൽ റോഷാക്ക് പോലത്തെ ഒരു ഗംഭീര പടം, അങ്ങനെ ഒരു മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന ഒരു ഗംഭീര പടം ചെയ്തിരിക്കുന്നു. 2 വിശേഷങ്ങൾ ചോദിക്കട്ടെ. എങ്ങനെയാണ് ചേട്ടാ ജീവിത പങ്കാളിയിലേക്ക് എത്തിച്ചേർന്നത്? ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ കിട്ടണം. ജീവിതത്തിലൂടെ നടന്നു പോയപ്പോൾ ഏത് ടേണിൽ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്? അത് പ്രത്യേക ക്രൂഷ്യൽ വളവിൽ വെച്ചിട്ട് വളച്ചെടുക്കണം. ഏതായിരുന്നു ചേട്ടാ ആ വളവ്? എവിടെയായിരുന്നു അന്ന് കേൾക്കാൻ ആഗ്രഹം, ഭയങ്കരമായ ആഗ്രഹം? ആ വളവ് കാണിക്കാൻ പറ്റില്ല, അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം സ്വയം നടന്നിട്ട്. അല്ല അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ട്രെയിൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും വിവേകാനന്ദൻ വൈറലാണ് നമ്മുടെ വിഷയം. അപ്പൊ നമുക്കൊരു വൈറലാണ് റൗണ്ട് കളിച്ചാലോ? അപ്പൊ റൗണ്ട് നെയിം വൈറലാണ്. ആദ്യത്തെ ചോദ്യം ഗ്രേസിനോടാണ്. ഇത് ക്രിയേറ്റീവായിട്ടൊക്കെ ആലോചിക്കാം കേട്ടോ. ലൈഫിൽ ഗ്രേസ്ഫുൾ ആയി വൈറൽ ആകണമെന്ന് തോന്നിയത് എപ്പോഴാണ്? തുടക്കം മൊത്തം ഉണ്ട്. ആണോ? എന്താ വെച്ച് കഴിഞ്ഞാ ജയിക്കാൻ നല്ല കാരണം അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അതിന്റെ ഭൂമിയിൽ ജയിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ടുണ്ട്. ആണ്. ഓക്കെ, ചേട്ടനോടുള്ള ആദ്യം ഷൈൻ ചേട്ടൻ നല്ല ഷൈൻ ചെയ്ത് വൈറലായത് ആദ്യ സംഭവം എപ്പോഴാണ്? ജനിച്ച സമയത്ത്. അല്ല അല്ലേ? അങ്ങനെയല്ല, ജനിച്ച സമയത്താണ് എല്ലാവരും ഷൈനിങ് ആയിരുന്നില്ലേ? ഒരു കൊച്ചുണ്ടാവുന്ന സമയത്തല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണത്. അത് ഈ പാരന്റ്സ് അല്ലേ കൊച്ചു സന്തോഷിക്കണ എപ്പോഴാ? അവര് പറഞ്ഞു കേട്ടില്ല, കൊച്ചു സന്തോഷിക്കണത് എപ്പോഴാണ്? കൊച്ചു ജനിക്കണ സമയത്ത് അത്രയും കഷ്ടപ്പെട്ട് അത്ര 9 മാസം വയറ്റിന്റെ ഉള്ളിൽ കിടന്ന് അപ്പൊ അവൻ സന്തോഷിക്കില്ലാതെ എന്ത് ചെയ്യാ? ചേട്ടാ വേറെ ലെവലാണ് കേട്ടോ. ചേട്ടന്റെ ക്രിയേറ്റിവിറ്റി വേറെ ലെവൽ. ഒരു അമ്മ, ഇപ്പൊ സ്ത്രീകൾ അമ്മയുടെ സമയത്ത് അതല്ല ഏറ്റവും ധന്യമുഹൂർത്തം എന്ന് പറയുന്നത്. കൊച്ചിന്റെ അതല്ലല്ലോ, കൊച്ചിനെ സംബന്ധിച്ച് അതായിരിക്കുമല്ലോ. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വൈറൽ മുഹൂർത്തം. ഇരിക്കട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏറ്റവും ടാലന്റഡ് ആയ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു സ്പേമാണല്ലോ പുറത്തേക്ക് വരുന്നത് അല്ലേ? അകത്തേക്ക് പോകുന്നത് അല്ല, കൊച്ചായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് മുന്നേ ചിന്തയില്ലേ, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ എങ്ങനെ ചാമ്പ്യൻ ആവണമെങ്കിൽ ഒരു സെൽഫ് സാധനം ഉണ്ടാവണ്ടേ? പിന്നെ അത് ബോധമില്ലാതെ എങ്ങനെ നടക്കണം? നിങ്ങൾ അറിയാതെ ആ ഒരു വേറെ സ്പേം പോകുമ്പോ അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ കൂടെ കയറി വന്നതാണ്. അല്ല, ഇത് ഇടിച്ചിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ? ഞാൻ അങ്ങനെയല്ല, ഞാൻ മനഃപൂർവ്വം വിചാരിച്ചു വന്നതാ. ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പുറത്തും എല്ലാവരും തള്ളി മാറ്റിട്ടാ വന്ന്. പിന്നെ നല്ല സ്ഥലത്ത് വന്ന് വീഴണം, അതാണ് കാര്യം. അതാണ് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, വിത്ത് പാറപ്പുറത്ത് വീണതോ ബാത്റൂമിൽ വീണതൊന്നും പറക്കാവില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. തീർന്നു. വീട്ടുകാർക്കിടയിൽ വൈറലായ ഗ്രേസിന്റെ ആ ഒരു സീക്രട്ട് എന്താണ്? എന്റെയോ? അയ്യോ, ഒന്നും പറയാൻ പറ്റില്ല. അല്ല, വൈറലായല്ലോ വീട്ടുകാരുടെ ഇടയില്. കീഴ വായിച്ചിട്ടുണ്ടാവല്ലോ. നിങ്ങളൊക്കെ ഇന്റർനെറ്റില്, ഞങ്ങളൊക്കെ പുസ്തകങ്ങളുടെ ഇന്റർനെറ്റിലാണ്. അപ്പൊ വീട്ടുകാർക്കിടയിൽ വൈറലായ ആ ഒരു സീക്രട്ട് എന്താണ്? സീക്രട്ട് ഒന്നുമില്ല. സീക്രട്ട് എങ്ങനെ ചോദിക്കുക? സീക്രട്ട് പറയാൻ പറ്റില്ലല്ലോ. വൈറലായി എല്ലാരും അറിഞ്ഞു. ഒരു ലവ് ലെറ്റർ കിട്ടിയത് വീട്ടിൽ പിടിച്ചായിരുന്നു. ആര്? നിങ്ങൾക്ക് തന്നോ? എനിക്ക് കിട്ടിയത് പുസ്തകത്തിനിടെ വെച്ച് മറന്നുപോയി, അത് വീട്ടിൽ പിടിച്ചു. ലവ് ലെറ്ററിന്റെ കാലത്താണ് ജനിച്ചത്? പിന്നെ ഏതാ വർഷം? 2000-ത്തിലല്ലേ? 1997. അടുത്തന്നെ 2000-ത്തില്, ഒരു 3 വർഷം പുറകോട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഈ കാര്യം വൈറലാക്കിയാൽ കൊള്ളാമെന്ന് തോന്നിയ ആ ഒരു കാര്യം എന്താണ്? വൈറലാക്കാൻ കൊള്ളാവുന്ന എന്താണ്? ഒരു ജീവനല്ലേ വൈറലാക്കാൻ പറ്റുള്ളൂ. വൈറലാക്കാൻ അപ്പൊ ഇങ്ങടെയൊക്കെ ചോദ്യം അന്ന് എന്താ ഞാൻ പറയുന്നത്? അല്ല, അതല്ലേ ഏറ്റവും വൈറലാവണ സാധനം. അത് പെട്ടെന്നാവില്ലേ, ഗർഭിണിയാവുന്നു. പെട്ടെന്നാവല്ലേ, നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്നാവില്ലേ ചില സമയത്ത്. എല്ലാം നന്നായിട്ടൊക്കെ വരട്ടെ ചേട്ടാ. സബ്ജക്റ്റ് മാറിപ്പോകും. അതെ, ഗ്രേസിന്റെ ആദ്യമായി വൈറലായ ആ ഒരു മൂവി ഡയലോഗ് ഏതാണ്? രാത്രി ശുഭരാത്രി സോങ്. ഒന്ന് പാടുമോ അത്?
അത് മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിലല്ലേ? രാത്രി ശുഭരാത്രിയോ? അല്ല, മഹേഷിന്റെ ഡയലോഗ്. മഹേഷിന്റെ പ്രതികാരത്തിൽ ആരഭിനയിച്ചു? ഞാൻ അഭിനയിച്ചില്ല. അതല്ല, ഹാപ്പി വെഡിങ്. ആ പാട്ട് ഇപ്പൊ പാടും കേട്ടോ. ചേട്ടൻ നല്ല പരിചയമുള്ള പാട്ടാ. തൊണ്ടയൊക്കെ പോയിടോ? അത് കുഴപ്പമില്ല, പാടാം. പാടാവേ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി, ജന്മം പുനർജന്മം ഞാൻ പറഞ്ഞ രാത്രി തന്നെയാണല്ലോ. ഇനി എന്നും കാമാക്ഷി കാമാക്ഷി രാത്രി. അതുകൊണ്ടാണ് വൈറലാവുന്നത്. പ്രിയോ പ്രിയ എങ്ങനെയാണ് പിന്നെ വൈറലാവുക? ഒരാളെ ഒന്നും പറയാൻ അനുവദിക്കരുത്. ആ സുന്ദരമായ പാട്ടൊന്ന് ആസ്വദിക്കാനുള്ള ഒരു അവസരമെങ്കിലും തരണം ചേട്ടാ. ഓക്കെ, അപ്പൊ ചേട്ടനോടുള്ള ചോദ്യം. വിവേകാനന്ദൻ വൈറലാണ് സിനിമയിൽ ഷൈൻ ചേട്ടൻ കഴിക്കുന്ന ആ കഷായത്തിന്റെ പേരെന്താണ്? അങ്ങോട്ട് നോക്കാൻ പാടില്ല. എന്ത്? കഷായത്തിന്റെ പേരാണ് ബലാരുളിത്യാദി തൈലം. ഓ, ഇതിപ്പുണ്ടാക്കിയതല്ലേ? ഇവിടെ വന്നുണ്ടാക്കിയ ചോദ്യം. ഓക്കെ, ആ തൈലത്തിന്റെ പേര് നിങ്ങൾ ടങ് ട്വിസ്റ്റർ ആയിട്ട് പറയണം. 3 തവണ തെറ്റിക്കാതെ പറയണം. ആരാണ് ഈ തൈലത്തിന്റെ പേര്? ഞാൻ തൈലം കഴിക്കാറുള്ളൂ. ആ തൈലത്തിനുള്ള ബലാരുളിത്യാദി തൈലം. ബലാരുളിത്യാദി. എന്തായാലും അതിന്റെ പേര് ബലാരുളിത്യാദി തൈലം എന്നുള്ളതാണ്. കുടിക്കാനല്ല ഉപയോഗിക്കണത്. തൈലം നമ്മൾ കാച്ചിട്ട് നേരത്തൊക്കെ എങ്ങനെ ദേഹം തന്നെയല്ല അത്. പിന്നെ വേറെ എവിടെയെങ്കിലും പറമ്പിലിരിക്കണ വേറെ സാധനമാണോ? എന്നോട് ക്ഷമിക്കണോ? പുതിയ ചാനലല്ലേ? എന്തായാലും പറ. അത് പെട്ടെന്ന് 3 തവണ വായിക്കാറില്ല അത്. ഓഹോ, അത് ശരി. ഇൻ കേസ് അത് മേടിക്കണമെങ്കിൽ വായിക്കാൻ പറ്റില്ല. മേടിക്കണമെങ്കിൽ എങ്ങനെ പോയി പറഞ്ഞു മേടിക്കും? ആ ബലം കൂട്ടുന്ന തൈലം കണ്ടെടുത്ത് അപ്പൊ അയാൾ ചോദിക്കും എന്തിന്റെ ചേട്ടാ? ശരീരത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കണല്ലേ നമ്മുടെ പ്രധാന ഭാഗങ്ങളില്. ഓക്കെ, അങ്ങനെയാണ്. ഞാൻ അടുത്തൊരു ചോദ്യം അല്ലോ. അതെ, 2 തവണ ആ പേര് ഒന്ന്. സാധാരണ സ്ത്രീകളാണ് അത് വാങ്ങിക്കൊണ്ടിരിക്കുക പുരുഷന്മാർക്ക് വേണ്ടി. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല, അതിന് ജെൻഡർ ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് വാങ്ങാൻ പോവാറില്ലേ? എന്ത്? പാഡ്. അപ്പൊ അങ്ങനെ തന്നെയല്ലേ പറയണം? സ്ത്രീകൾ വാങ്ങാനും പുരുഷന്മാർ വാങ്ങാനും ഒന്നും കുഴപ്പമില്ല. ഇതും സ്ത്രീകൾ വാങ്ങിയ പ്രശ്നമില്ല. ആ, കുഴപ്പമില്ല. ആരോടും വാങ്ങിച്ചോട്ടെ, ആരെല്ലാം വാങ്ങട്ടെ. 2 തവണ ഒന്ന് പറഞ്ഞേക്ക് പ്ലീസ്. ബലാരുളിത്യാദി തൈലം. ബലാരുളിത്യാദി തൈലം. ബലാരുളിത്യാദി തൈലം. ബലാരുളിത്യാദി തൈലം. ഏതായാലും അത് അടിപൊളിയായി. നിങ്ങളൊന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ഞാനിപ്പോ എത്ര തവണ ബലാരുളിത്യാദി തൈലം ബലാരുളിത്യാദി തൈലം? 2 പ്രാവശ്യമായിട്ടുള്ളൂ. ഇന്ന് അത് മാത്രം ഇരുന്ന് പഠിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ഷൈൻ ചേട്ടൻ കല്യാണ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന ആ വൈറൽ ദിവസം ഇന്നല്ലേ? അതെ, എന്റെ ഒരു ആഗ്രഹം കൊണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിലാണ് അതൊക്കെ നടക്കണത്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് രാത്രി നിങ്ങളുടെ ആഗ്രഹത്തിന് അങ്ങോട്ട് വന്നാലും ക്യാമറ ഒക്കെ ആയിട്ട് ചാനലിന് വേണ്ടി ഈ എന്താ പറയാ, ഈ തീമുമായിട്ട് ഇത്രയും മാച്ച് ചെയ്ത് പോകുന്ന ഒരു ഇന്റർവ്യൂ വേറെ ഉണ്ടാവൂലായിരിക്കും ചേട്ടാ. ആളില്ല വേറെ. അതാണ്. എന്താണ് മൊത്തം തീമെന്ന് മനസ്സിലായ? എന്തോ പുള്ളിക്ക് എന്തോ പ്രശ്നം അല്ലേ ചേട്ടാ? ആ പ്രശ്നം കൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ മണ്ണിന്ന് ഇങ്ങനെ കുനുകുനാന്നുണ്ടായി വന്നതാണ്. അതാണ്. ശരി, നമ്മൾ റൗണ്ട് മാറ്റി പിടിക്കാം. തമ്മിലുള്ള ഈ പ്രശ്നം മൂലമാണല്ലോ 3ാമത്തെ വ്യക്തി ഉണ്ടാവുന്നത്. പുളിശ്ശേരത്തെ ട്രാക്ക് മാറ്റും. നമുക്ക് അടുത്ത ട്രാക്ക്. ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക്. ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അവരെ കുറിച്ചുള്ള പെട്ടെന്നുള്ളൊരു മെമ്മറി പറഞ്ഞാൽ മതി. ഷൈൻ ചേട്ടാ, കമൽ സാറിനെ കുറിച്ച് പറയൂ. വീടിന്റെ അടുത്തായിരുന്നു. അപ്പൊ സാറ് വരുമ്പോഴൊക്കെ അന്ന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് കൊണ്ടുവരും. അത് 85 കാര്യമായിട്ട് പറയണം. അപ്പൊ എനിക്ക് കമൽ സാർ ഡയറക്ടറാണെന്ന് അറിയില്ല. എനിക്ക് 3.5 വയസ്സൊക്കെ ഉണ്ടാവും. 1.5, 2.5 എത്ര വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. 2.5, 3 വയസ്സൊക്കെ. അതെ, ആ സമയത്ത് അങ്ങനെ ഓർമ്മയില്ലാത്ത കാരണം നമ്മൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ വയസ്സ് പറയില്ലല്ലോ കറക്റ്റായിട്ട്. അതുകൊണ്ട് അങ്ങനെ തെറ്റിച്ച് പറയണം കുറച്ച്. അല്ലെങ്കിൽ അന്നേ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കില്ലേ? എന്നിട്ടോ അങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കുന്ന ആ ഓർമ്മ അല്ലേ? ബിസ്ക്കറ്റ് കഴിക്കണതല്ല, സാറിന് ഓർമ്മ ഗുഡ് ഡേ ബിസ്ക്കറ്റാ.
അപ്പൊ എനിക്ക് അതൊന്നും അറിയില്ല സാർ ഗുഡ് ബിസ്ക്കറ്റ്. പിന്നെ ലൊക്കേഷനിൽ വന്നപ്പോഴല്ലേ ഞാൻ മനസ്സിലാക്കിയത് ഡയറക്ടർക്ക് ഗുഡ് ബിസ്ക്കറ്റ് കൊടുക്കണ. അങ്ങനെയല്ല, അപ്പോഴാണ് ഗുഡ് ഇതുകൊണ്ടായിരിക്കും സാറ് ലൊക്കേഷൻ പാക്കറ്റും കൊണ്ടുപോകുന്നത്. മോനുണ്ടായിരുന്നു എൻ്റെ അതേ പ്രായത്തില്, ജനൂസ് എന്നുണ്ട്. അവൻ ഇപ്പൊ പടമൊക്കെ പടം ചെയ്തു. അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതാണ് ഓർമ്മ അല്ലേ? അതാണ് ആദ്യത്തെ ഓർമ്മകൾ. ഓക്കെ, ഗ്രേസേ ഷൈൻ ടോം ചാക്കോ ഒരു ഓർമ്മ പറയൂ. മറന്നിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ ഷൂട്ട് ചെയ്തില്ലേ അന്ന് ഒരു ചെറിയൊരു സ്ട്രഗിൾ സീൻ ഉണ്ട്. എനിക്ക് വയ്യ അന്ന്. അപ്പൊ ഞാൻ ഇയാളോട് പറയടോ പതുക്കെ പിടിക്കടോ, എനിക്ക് കൈയൊക്കെ വേദന എടുക്കണമെന്ന് പറഞ്ഞു. ഈ മനുഷ്യനുണ്ടല്ലോ ഒരു ദാക്ഷിണ്യമില്ല, പിടിച്ച് വലിച്ച് പറിച്ച് കൈയൊക്കെ നശിപ്പിച്ച്. കൈയായതുകൊണ്ട് ഭാഗ്യം, ബാക്കി നല്ല വായും കൂടെ അവിടെ ഞാൻ പറമ്പിലെറിയുന്ന. അപ്പൊ ഇയാള് പറയാ പിന്നെ എന്താണ് മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? പുള്ളി ഇടിക്കണമെങ്കിൽ ഇടിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ കൊല്ലണമെങ്കിൽ താൻ എന്നെ കൊല്ലുമെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. അതാണ് എനിക്ക് ഇയാളെ പറ്റിയുള്ള ഓർമ്മ. ബാക്കി ഷൂട്ട് ചെയ്യണ്ടേ? അതില്ല. ഈ ടാസ്ക് തിരിച്ച് അങ്ങോട്ട് വരുന്നു. ഗ്രേസ് ആന്റണി ഒരു ഓർമ്മ പറയൂ. ഗ്രേസ് ആന്റണി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മുടെ നാട്ടിലെ കാർന്നമാരൊക്കെ ഇല്ലേ, കുരിശുമണി എട്ടുമ്പോ തന്നെ കഞ്ഞി പ്ലേറ്റിന്റെ ടേബിളിന്റെ മുന്നിൽ വേണം. കറക്റ്റ് ആ സമയം ഇല്ല, അങ്ങനെയില്ല. ഒരു ദിവസം ഷൈൻ ലൊക്കേഷനിലേക്ക് വരുമ്പോ ഞാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. 8 മണിക്ക് എനിക്ക് 8 മണിക്ക് ഭക്ഷണം കഴിക്കണം. കറക്റ്റ് ആണ്. ഞാൻ കഴിച്ചപ്പോ ഇയാള് വന്ന് കണ്ടു ഒരു ദിവസം. 2ാമത്തെ ദിവസം ഇയാൾ വന്ന് കണ്ടു. 3ാമത്തെ ദിവസം തൊട്ട് ഇയാൾ 8 മണിയായി കഴിച്ചോ, ഇപ്പൊ തന്നെ കഴിക്കുവാണോ എന്ന് പറഞ്ഞ ആൾ എപ്പോഴും വന്ന് ഇങ്ങനെ. കറക്റ്റ് എല്ലാവരും ടെൻഷൻ, ക്രേസിന് ഫുഡ് കൊടുക്കണം കറക്റ്റ് സമയത്തിന്. കാരണം മരുന്ന് കഴിക്കാണ്ടാവേ. ഈ മരുന്ന് കഴിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഭക്ഷണം സമയം തെറ്റി പോണതേ. ചില സമയങ്ങളിലും നമ്മള് മരുന്നൊന്നും ഉദ്ദേശിച്ചല്ല, നിങ്ങളുടെ ഉദ്ദേശം പക്ഷെ മോശമാണല്ലോ മരുന്നിനെ കുറിച്ച്. അപ്പൊ ഗ്യാസിനുള്ള ഗുളിക മുന്നേ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ള ഭക്ഷണം കഴിക്കണം. ലൊക്കേഷനിൽ ചില സമയത്ത് 1:30-2 മണിയൊക്കെ ആവുമല്ലോ. രാവിലെ എഴുന്നേറ്റിട്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നത്, രാത്രി സമയത്ത് കിടന്നുറങ്ങുന്നവർക്കും ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും വിശന്ന് തുടങ്ങും. 8 മണിക്ക് ഭ്രാന്താവും. 9 മണിയൊക്കെ ആവുമ്പോഴേക്കും അത് ഈ പെൺകുട്ടികൾക്ക് വിശന്ന ഭ്രാന്ത് എനിക്കറിയാലോ. ഇപ്പൊ കുറച്ചുകൂടി വേറെ ഒന്നിലും അവർക്ക് ഭ്രാന്ത് പിടിക്കില്ല, ഇതിലാണ്. അത് കൊറേ നേരമൊക്കെ കടിച്ചു പിടിച്ചിരിക്കും, എന്നിട്ട് പറയും എനിക്ക് വിശക്കുന്നു. ശരിക്കും ആടുകളെക്കാട്ടും ഭ്രാന്ത് അവർക്ക്. അതുകൊണ്ടല്ലേ സ്നിക്കേഴ്സിന്റെ പരസ്യമൊക്കെ അങ്ങനെ തന്നെ വരുന്നതല്ലേ? ശരിയാണ്. ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഓക്കെ, മമ്മൂക്കെ പറ്റിയിട്ട് ഒരു ഓർമ്മ. റോഷാക്കിന്റെ സെറ്റില് എൻ്റെ ജോലി എന്ന് പറയുന്നത് അതിനകത്ത് ഞാനൊരു ഫാക്ടറി നടത്തുന്നതായിട്ടാണല്ലോ. കാഷ്യൂ ഫാക്ടറിയാണ്. അപ്പം പ്രോപ്പർട്ടി ആയിട്ട് അവിടെ കുറെ കാഷ്യൂ നട്ട്സ് ഡയറക്ടർ വെച്ചിട്ടുണ്ട്. കശുവണ്ടി. ഓ അങ്ങനെ. ഓക്കെ, ആ ഫാക്ടറി. അപ്പൊ അതിനകത്ത് കുറെ കശുവണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മെയിൻലി നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത് മാത്രം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കശുവണ്ടി. അപ്പം നമുക്കത് കണ്ടിട്ട് ആദ്യം 2-3 എടുത്ത് കഴിച്ചു. അപ്പൊ അതെടുത്ത് കഴിച്ചു. അപ്പൊ എനിക്ക് പോയി മേടിക്കാനും കഴിക്കാനും ആഗ്രഹമുണ്ട്, കഴിക്കാൻ. പക്ഷെ കറക്റ്റായിട്ട് ആ മെമ്മറി തന്നെ എനിക്ക് വന്നല്ലോ ആലോചിക്കുന്നത്. നമുക്ക് കഴിച്ചു. നമുക്ക് പറഞ്ഞു എടാ ഇത് കൊള്ളാലോ, ഇത് എനിക്ക് കുറച്ച് വേണം, കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു ആ ഡയറക്ടറിനോട്. പുള്ളി അത് കുറച്ച് അത്യാവശ്യം പുള്ളിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ ഇരുന്ന് വേണോ പറയണോ ഞാന് അല്ലല്ല ഇത് ശരിക്കുള്ള. എന്നിട്ടോ ഞങ്ങൾ സംഭാഷണത്തിനിടയിൽ നമുക്ക് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കഴിക്കും. അപ്പൊ അതിന് ക്വാളിറ്റി ഉള്ളതായതുകൊണ്ട് അതിന്റെ പുറത്ത് മറ്റൊരു കവറിങ് ഉണ്ടാവുമല്ലോ, കവറിങ് ഉണ്ടാവും. അപ്പൊ അത് നല്ല എന്താ പറയാ, നമ്മളിങ്ങനെ ചുട്ടിട്ട് കൊണ്ടുവന്നേക്കണ സാധനം, നല്ല ടേസ്റ്റ് അതിന്. അപ്പോഴത്തേക്കും ഇത് നമുക്ക് പൊളിക്കുന്നു കഴിക്കുന്നു. അപ്പൊ ഞാൻ അടുത്തുണ്ട് വർത്താനം പറഞ്ഞോണ്ട് നമുക്ക് ഒരാൾ കഴിച്ചോണ്ടിരിക്കണല്ലോ, എത്ര നേരം നോക്കി വായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമുക്ക് ഒരെണ്ണം തന്നു.
തന്നു, കഴിച്ചു. വീണ്ടും മമ്മൂക്ക് അടുത്ത് പൊളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും വർത്താനം പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു. വീണ്ടും മമ്മൂക്ക് ഒരെണ്ണം തന്നു. കുറെ കഴിയുമ്പോൾ നമുക്ക് ഭ്രാന്തായി. അതെ, വേണമെങ്കിൽ മര്യാദയ്ക്ക് തന്നെത്താനെ പൊളിച്ച് കഴിച്ചോളൂ, എന്നെ കൊണ്ട് പൊളിച്ച് ഇങ്ങനെ കഴിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച്, മമ്മൂക്ക് പൊളിക്കുന്നു, എനിക്ക് തരുന്നു. കിട്ടുന്ന ഒരു ഭാഗ്യേ. സത്യമാണ്. അത് അടിപൊളിയല്ലേ? നല്ല മെമ്മറിയാണ്. അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ? വേണ്ട, അതിനെ കുറിച്ചൊന്നുമില്ല. സ്വാസിക. സ്വാസികയുടെ പേര് എനിക്ക് എപ്പോഴും തെറ്റിക്കൊള്ളു. അഹല്യാതെ എനിക്ക് പേര് അങ്ങനത്തെ പേരാണുള്ളത്. എങ്ങനെ കണ്ടുപിടിച്ച് സ്വാസിക എന്നുള്ളത്? ശരിക്കും സ്വാസിക തന്നെയാണ് പേര്. സ്വാസിക തന്നെയല്ലേ പേര്? എന്റെ പേരല്ല, സ്വാസികയുടെ പേര്. അങ്ങനെയാണ് എനിക്കറിയാവുന്നത്. ആണോ? വേറെ എന്തെങ്കിലും പേരുണ്ടോ? പടത്തിന് വേണ്ടി ആക്കിയതാണോ? വിളിച്ചു ചോദിക്കണോ? ഇപ്പൊ വിളിച്ചു ചോദിക്കാം. സ്വാസികയുടെ പേര് സ്വാസിക. കല്യാണം ഉറപ്പിച്ചല്ലേ? സ്വാസികയുടെ കല്യാണം. നമുക്ക് അനുഭവം ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ സ്വാസികയുടെ വിളിച്ചു ചോദിക്കാലോ. സ്വാസികയുടെ പേര് സ്വാസിക എന്നാണെന്ന് ഷൈൻ ചേട്ടൻ ചോദിച്ചെന്ന് പറയട്ടെ. അഹല്യാണോ? എടുക്കും എന്തോ അല്ല, ഷൂട്ടിൽ ഇവിടെ ഇല്ല. ഹൈദരാബാദിൽ ഫോൺ കൊണ്ട് പോകണമല്ലോ, മൊബൈൽ ഫോണല്ലേ. ഇപ്പൊ എയർപോർട്ടിൽ കയറാൻ വഴിയുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടല്ലോ ഉച്ചക്ക്. നാളേക്ക് എത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ ഇത്രയും പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. കല്യാണം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് അവര് പറഞ്ഞോളൂ. സ്വന്തം കല്യാണത്തിന്റെ കാര്യം ചോദിച്ചപ്പോ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞത്? സ്വന്തം കല്യാണത്തിന്റെ കാര്യം നമുക്ക് അങ്ങനെ പറയാൻ ചമ്മലുണ്ടാവില്ലേ? സത്യം. എന്താ അല്ലേ, ഒരു ആള് ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ചേട്ടൻ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിയായിരുന്നോ? എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം തോന്നുന്നുണ്ട്. ഇല്ലേ? എന്താണ് ആ ഒരു വ്യത്യാസം ജീവിതത്തിലേക്ക് വന്നത്? അത് നിങ്ങളുടെ കൂടെ ഒരു ആണ് വരുമ്പോ വ്യത്യാസം വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തില്. എനിക്കങ്ങനെ തോന്നിയില്ലായിരുന്നു. അതാണ് പറഞ്ഞത്. ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ നേരെയാക്കാൻ പറ്റൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ആളുടെ പേരെന്താന്ന് ഞാൻ പറയാം. ആണാണല്ലോ നേരെയാവേണ്ടവൻ. അതെ അതെ അതെ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. ചേട്ടൻ നന്നായിക്കോ കേട്ടോ. അടുത്ത ആളുടെ പേര് തനുജ. ഒരു ഓർമ്മ പറയൂ. തനുജയുടെ ഓർമ്മ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് കാരവനിലേക്ക് കയറി വന്നത് എനിക്കൊരു ഓർമ്മയുണ്ട്. അതിന് ശേഷമാണ് ഓർമ്മ കൂടിയത്. തനുജ ആരാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ തനു. അത് നമ്മൾ ഐലൻഡിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. കയറി വന്നപ്പോ കുറച്ചേരം കൂടി കണ്ടിരിക്കാന്ന് തോന്നി. അപ്പൊ അവളുടെ മൊബൈൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ച്. മൊബൈൽ കിട്ടിയാലും ഒരാൾ പോവുള്ളൂ. അല്ലല്ല, അതിനു മുന്നേ കണ്ടതുകൊണ്ടാണല്ലോ പിന്നെ അങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടായത്, കാരണം ഉണ്ടായത്. അല്ലാതെ വെറുതെ നിൽക്കണ ഒരാൾ, വെറുതെ നിൽക്കണ കാരവനിലേക്ക് ആരെങ്കിലും കയറി വരും. മൊബൈൽ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് കുറച്ചേരം കൂടി നിൽക്കും. ഞാൻ പറയണം പോകാൻ പറ്റുള്ളൂ. എന്നിട്ടോ എത്ര നേരം കഴിഞ്ഞ ചേട്ടനെ മൊബൈൽ എടുത്ത് കൊടുത്തു? അപ്പൊ ഇങ്ങനെ മൊബൈൽ എന്റെ അടുത്ത് ചോദിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം. അപ്പൊ അടുത്ത് വന്ന് ചോദിക്കല്ലോ. ഫഹദ് ഫാസിൽ ഒരുപാട് സംസാരിക്കാത്ത ഒരു പ്രകൃതമാണോ? ഒരുപാട് സംസാരിക്കാത്ത പ്രകൃതം എന്നല്ല പറയാ. കാര്യമായിട്ട് അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല. അത് മാത്രമേ എനിക്ക് ഓർമ്മ. ചേട്ടൻ കല്യാണം കഴിക്കാൻ ഏതായാലും തീരുമാനിച്ച ഒരാള് ഇപ്പൊ കല്യാണം കഴിക്കുന്നത് നല്ലതാണോ മോശമാണോ എന്നൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേസ് ആന്റണിക്ക് എന്ത് ഉപദേശം കൊടുക്കും? നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്ന രണ്ടുപേര് കല്യാണം കഴിച്ചു തോന്നും, അവര് ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. പിന്നെ അത് മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ തന്നെ പറയുന്ന കാര്യല്ലേ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു കടമയാണ്. ഭൂമിയിൽ വരിക, ജീവിക്കുക, ജന്മം നൽകുക, പോവുക, അത്രല്ലേ ഉള്ളൂ. അല്ലാതെ ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് പോകുന്നില്ലല്ലോ. അതാണ്. വിവേകാനന്ദൻ വൈറലാണ്. ഓർമ്മ പറയൂ. എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യാത്തൊരു സിറ്റുവേഷനിലായതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുള്ള ഓർമ്മകളാണ് എനിക്ക്. ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ കൈ പിടിച്ച് വലിച്ചതെന്നൊക്കെ പറഞ്ഞത്. അത് ഒറ്റയ്ക്കുള്ള ഫൈറ്റ് അല്ലേ? താനില്ലാതെ എനിക്ക് ഷോട്ട് ഉണ്ടോ? ഒറ്റയ്ക്കുള്ള ഫൈറ്റ് നമ്മൾ രണ്ടുപേരും. അതല്ലാതെ വേറെ ഗ്രൂപ്പ് ഫൈറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് ഞങ്ങള് 3 പേരും കൂടെ ഷൈനെ തീർത്ത് ആണ് അന്ന് കൊടുക്കും. മറ്റേ ദിവസങ്ങളിലൊക്കെ എന്റെ ചേട്ടാ, ഞാനൊരു പിഞ്ചിളം മനസ്സ് ചേട്ടാ. ചേട്ടന്റെ ശബ്ദത്തില് ഒരു പാട്ട് കേൾക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു പാട്ട് പാടി നമുക്ക്. ഇല്ല, ഞാൻ മറ്റേ ഇത് കേട്ടായിരുന്നു, ക്രിസ്മസിന് യഹൂദിയായിലെ പാടിയത് കേട്ടായിരുന്നു. ഓക്കെ, അത് പറ്റില്ല. ഓക്കെ, പാട്. നിറത്താലം അഴകോളും നിറക്കാലം അണിത്തിങ്കൾ നീട്ടി അണിക്കാലം
കാലം കുളിരും കൊണ്ടൊരു കാറ്റിങ്ങലയുന്നു ആരണ്യലാവണ്യമായി ആരോമലെ പോരു നീ കുളിരാടുന്നു മാനത്ത് കിളിപ്പാടുന്നു താഴത്ത് മഞ്ഞിൽ വിരിഞ്ഞു മന്ദാരങ്ങൾ നെഞ്ഞിൽ കിനിഞ്ഞു തേൻ തുള്ളികൾ കിളിവാതിൽ തുറന്നൊരു പൊൻപക്ഷി പോ ഇനിയൻ കാനമേ പോരും. അപ്പൊ ഏതായാലും എല്ലാം അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ, ഗംഭീരമായിട്ട്. ഈ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാമുകിക്ക് പാടി കൊടുക്കുന്നോണ്ടാന്ന് പാടി കൊടുക്കണമെങ്കിൽ എന്നെ കൊന്നു കളയും. ഇത്രയും പകരം ഒരു ശീലം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് മേലെ പാടും ആണല്ലേ. എന്നെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൈവിട്ട് പോകില്ലേ. എത്രയും പെട്ടെന്ന് കാമുകി ഭാര്യയായി ഗ്രേസിന് വരെ അവിടെ ഇരിക്കുന്ന ഒരു സീറ്റിലിരുന്ന് ഇന്റർവ്യൂ ചെയ്യാനായിട്ട്, അല്ല അങ്ങനെയല്ല, ഗ്രേസിന് വരെ ഈ സീറ്റിൽ തന്നെ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹം പറഞ്ഞതാണ്. കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ക്ഷമിക്കണം. വിവേകാനന്ദൻ വൈറലാണ് ജനുവരി 19 റിലീസിന് വരും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. India's #1 language academy, Needu's Academy. റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം.